വിശ്വാസികളെയും ആക്ടിവിസ്റ്റുകളെയും വേർതിരിച്ചു കണ്ട ആളാണ് കടകംപള്ളി എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. ആരുമില്ലാതിരുന്ന സമയത്ത് വിശ്വാസികൾക്ക് വേണ്ടി സംസാരിച്ച അദ്ദേഹത്തെ ഇപ്പോൾ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ചില മുഖ്യധാര മാധ്യമങ്ങളാണ് ഈ വേട്ടയാടലിന് പിന്നിലെന്നും രാഹുൽ ഈശ്വർ ആരോപിച്ചു. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യമാണ് SITയെ കുഴപ്പിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പൂച്ചയെ ഒരു സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് തനിക്ക് പരിചയമെന്നായിരുന്നു കടകംപള്ളിയുടെ വാദം. ഈ മൊഴി തീർത്തും അവിശ്വസനീയമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാനുള്ള തീരുമാനങ്ങളെല്ലാം ദേവസ്വം ബോർഡിന്റേതായിരുന്നുവെന്നും ദേവസ്വം വകുപ്പിന് ഇതിൽ അറിവില്ലായിരുന്നുവെന്നും കടകംപള്ളി പറഞ്ഞിരുന്നു. എന്നാൽ പൂച്ചയുടെ വീട്ടിൽ കടകംപള്ളി സന്ദർശനം നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ ഈ വാദങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പൂച്ചയുടെ അയൽവാസി വിക്രമൻ നായർ നൽകിയ വെളിപ്പെടുത്തലുകൾ കേസിൽ നിർണായകമായി. കടകംപള്ളി സുരേന്ദ്രൻ 2 തവണ പൂച്ചയുടെ വീട്ടിലെത്തിയിരുന്നുവെന്ന് വിക്രമൻ നായർ സാക്ഷ്യപ്പെടുത്തി. മന്ത്രിയായിരുന്ന സമയത്തായിരുന്നു ഈ സന്ദർശനങ്ങൾ നടന്നത്. ആദ്യ തവണ എത്തിയപ്പോൾ മന്ത്രി വേഗം മടങ്ങിയെങ്കിലും 2ാം തവണ ഉച്ചഭക്ഷണം കഴിച്ച ശേഷമാണ് മടങ്ങിയതെന്ന് വിക്രമൻ നായർ പറഞ്ഞു. അന്വേഷണ സംഘം പൂച്ചയുടെ വീട്ടിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്തപ്പോൾ അതിന് മഹസർ സാക്ഷിയായിരുന്നു വിക്രമൻ നായർ. ഇതോടെ കടകംപള്ളിയും പൂച്ചയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തമായി. മൊഴികളിലെ ഈ വൈരുദ്ധ്യങ്ങൾ പരിശോധിച്ച ശേഷം കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. 2019 മുതലുള്ള അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റ് സാമ്പത്തിക ഇടപാടുകളും കേന്ദ്രീകരിച്ചായിരിക്കും അടുത്ത ഘട്ട അന്വേഷണം നടക്കുക. നേരത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കടകംപള്ളിയുടെ പേര് ഉയർന്നു വന്നത്. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ പോറ്റി നൽകിയ അപേക്ഷയിൽ ദേവസ്വം വകുപ്പിൽ നിന്ന് തുടർ നടപടികൾ ഉണ്ടായതായി പത്മകുമാർ മൊഴി നൽകിയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു അപേക്ഷ കണ്ടിട്ടില്ലെന്നാണ് കടകംപള്ളി വാദിച്ചത്. മന്ത്രിയും ബോർഡ് പ്രസിഡന്റും തമ്മിലുള്ള മൊഴികളിലെ ഈ അന്തരം ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്ന് അന്വേഷണ സംഘം കരുതുന്നു. ബോധപൂർവം ചില രേഖകൾ മുക്കിയതായും സംശയമുണ്ട്. 2025 ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൊണ്ടുപോയ നടപടിയിൽ കടുത്ത ദുരൂഹതയുണ്ടെന്ന് SIT കണ്ടെത്തി. മരാമത്ത് വിഭാഗത്തെ അറിയിക്കാതെയാണ് ഈ നീക്കം നടത്തിയത്. മരാമത്ത് വിഭാഗം അറിഞ്ഞാൽ സ്പെഷ്യൽ കമ്മീഷണർ വിവരം അറിയുമെന്നതിനാലാണ് ഇത് രഹസ്യമാക്കി വെച്ചത്. ഈ രഹസ്യ നീക്കത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് SITക്ക് സൂചന ലഭിച്ചു. സ്പെഷ്യൽ കമ്മീഷണറുടെ കണ്ണ് വെട്ടിച്ച് സ്വർണം കടത്താൻ ബോർഡിലെ ഉന്നതർ ഉണ്ണികൃഷ്ണൻ പൂച്ചയെ സഹായിച്ചതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 2025 എല്ലാ ഇടപാടുകളും നിയന്ത്രിച്ചിരുന്നത് പൂച്ചയായിരുന്നു. പാളുകൾ കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡിലെ ഒരു ഉന്നതൻ നേരിട്ട് ഇടപെട്ടതായി വ്യക്തമാക്കുന്ന മൊഴികൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് 2025 സംഭവ വികാസങ്ങളിലും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം. മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ അംഗം അജികുമാർ എന്നിവരെ ചോദ്യം ചെയ്യാനായി SIT ഉടൻ നോട്ടീസ് നൽകും. സ്വർണത്തിന്റെ അളവിൽ വരുത്തിയ തിരിമറികൾ കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനകളും നടത്തും. ലാബുകളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ഉപയോഗിച്ച സ്വർണത്തേക്കാൾ വലിയ അളവ് രേഖകളിൽ കുറവ് കാണിച്ചിട്ടുണ്ട്. ഇത് എവിടേക്ക് പോയി എന്നതാണ് പ്രധാന ചോദ്യം. ഭരണതലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് പ്രതികൾ ഇത്രയും കാലം രക്ഷപ്പെട്ടതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനെതിരായ അന്വേഷണം അട്ടിമറിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടോ എന്ന കാര്യവും ചർച്ചയാകുന്നുണ്ട്. എന്നാൽ സുതാര്യമായ അന്വേഷണമാണ് നടക്കുന്നതെന്നാണ് SITയുടെ അവകാശവാദം. ഡിജിറ്റൽ തെളിവുകളും ഫോൺ രേഖകളും പരിശോധിച്ചാൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക് പുറത്തു വരുമെന്ന് ഉദ്യോഗസ്ഥർ കരുതുന്നു. സന്ദർശന വിവരം പുറത്തുവിട്ട വിക്രമൻ നായർക്ക് നേരെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന് സുരക്ഷ വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട്. കേസിലെ പ്രധാന സാക്ഷികളെ സംരക്ഷിക്കേണ്ടത് അന്വേഷണത്തിന് വിജയത്തിന് അനിവാര്യമാണ്. ശബരിമലയിലെ പവിത്രമായ ആഭരണങ്ങളിലും ശില്പങ്ങളിലും കൈവച്ചവർ ആരായാലും അവർക്ക് ശിക്ഷ ലഭിക്കണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം. രാഷ്ട്രീയ പൂരിനേക്കാൾ ഉപരി വിശ്വാസപരമായ വികാരമാണ് ഇതിൽ നിഴലിക്കുന്നത്. രാഹുൽ ഈശ്വറിന്റെ പിന്തുണ കടകംപള്ളിക്ക് രാഷ്ട്രീയമായി അല്പം ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ അത് വിലപ്പോകില്ല. രേഖാമൂലമുള്ള തെളിവുകൾ ഹാജരാക്കാൻ കടകംപള്ളി കഷ്ടപ്പെടുകയാണ്. വരും ആഴ്ചകളിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന വെളിപ്പെടുത്തലുകൾ ഈ കേസിൽ നിന്നുണ്ടാകുമെന്ന് ഉറപ്പാണ്. സ്വർണ്ണക്കൊള്ളയുടെ വേരുകൾ എവിടെ വരെ നീളുന്നുവെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം.